ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒഴിച്ചടയാണ്. നിങ്ങൾ ഇതുവരെ അട ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കൻ എന്തായാലും ഒന്ന് എനേബിൾ ചെയ്തോളൂ. എന്നാലാണ് ഞാനിടുന്ന വെറൈറ്റി വീഡിയോസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ചക്ക സീസണൊക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ സമയമായപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ കൊടുന്നതാണ് ചക്ക. ഒരു 5 ചോളയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം. അതായത് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ചക്ക ഒന്ന് വേവിക്കണം. ഇത് കഷ്ണങ്ങളായിട്ട് ഒന്ന് വേവിച്ചിട്ട് വരാം കേട്ടോ. ചക്ക കിട്ടിയ കാരണമാണ് കേട്ടോ ഞാൻ ചക്ക എടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ചക്ക കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചക്ക സീസൺ കഴിഞ്ഞു എന്ന് ആരും പറയണ്ട. അപ്പോൾ പഴം വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ചുള പറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ചുളയൊക്കെ നന്നായി കീറി ചെറുതാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ചുള്ളൂ. അപ്പോൾ എൻ്റെ മടി കാരണം നമുക്ക് ഈ പുട്ടും പാനിയിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക വേണ്ടോ. തോന ചക്കയൊന്നും ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ചക്കച്ചോള തന്നെയല്ലേ നിങ്ങളുടെ അവിടെ പറയുക? ഇവിടെ ചക്കച്ചോള എന്നാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചക്ക വേകുമ്പോഴേക്കും നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഇത് ഉരുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക വേവിച്ച് വന്നിട്ടുണ്ട്. ചക്ക നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ചെറിയൊരു ചൂടുണ്ട്, ചൂടാറിയിട്ട് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതായാലും വറുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. വറുത്ത അരിപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ അരിയിച്ച് വെച്ച ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ബ്ലേഡിലൊക്കെ ഉണ്ടെങ്കിൽ തങ്ങിയിരിക്കുന്നത് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്പൂൺ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയാലാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കണമെന്നറിയുള്ളൂ. കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നന്നായി എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചക്കയ്ക്ക് പകരം നിങ്ങൾക്ക് പഴം ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. നമ്മുടെ ഈ ശർക്കര എടുത്ത പാത്രത്തിൽ തന്നെ ഞാൻ ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ പാടുള്ളൂ, നമ്മൾ പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓരോ അരിപ്പൊടിക്കും ഓരോ നനവായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കൊരു കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ അളവ്. അത് നിങ്ങൾ തന്നെ മിക്സ് ചെയ്ത് നോക്കിയാൽ അറിയാം. അധികം വെള്ളം കൂടരുത്, അത്രയ്ക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ കണ്ട, ഇങ്ങനെയാകുമ്പോൾ അങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ട, ഇതേപോലെ മിക്സാണ് കേട്ടോ നമുക്ക് വേണ്ടത്. വെള്ളം അധികം കൂടാൻ പാടില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഈ മിക്സിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയുടെ കുറച്ചിരിക്കുന്നുണ്ട്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതാ അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നാളികേരം ശർക്കരപ്പാനിയും കൂടിയിട്ട് അങ്ങോട്ട് കിടന്ന് വറ്റട്ടെ കേട്ടോ. നമുക്ക് ഒരു ഏലക്കായ പൊടിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം, നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് കിടന്ന് വറ്റട്ടെ. ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ ചക്കയും അരിപ്പൊടിയും
ഒക്കെ കൂടി നെയ്യും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. ഇങ്ങനെ തന്നെ കോരി കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചക്കയ്ക്ക് പകരം നിങ്ങൾക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടും ഇതുപോലെ ഒഴിച്ചിട്ട് ഉള്ളൊരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനിയും തേങ്ങയും ഒക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ആ ചക്ക വേവിച്ചതിൻ്റെ ചെറിയ പീസുകൾ ഇതിലിടുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ കുറച്ച് ചക്കയുള്ള കാരണം ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പൊടിച്ചിടാം കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ കൂടി ടേസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് അവർ കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവും. കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നട്ട്സൊക്കെ ഇതുപോലെ നമുക്കിതിൽ കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്താട്ടോ. നമ്മൾ ദോശയൊക്കെ ഒന്ന് പരത്തണ പോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. അടയൊക്കെ നമ്മൾ ഒഴിച്ച് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ടുള്ള മിക്സ് ഇല്ലേ, അത് നമുക്ക് ഈ ഒഴിച്ചടയുടെ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എത്രയാച്ചാൽ ഇടാം കേട്ടോ. അപ്പോൾ നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചാണ് ഇടണുള്ളൂ. സെൻറ്റർ ഭാഗമായിട്ട് ഇടണം കേട്ടോ. ഇനി ഇതാ നമ്മുടെ ഇല ഒന്ന് മടക്കി കൊടുക്കാം. ചെറുതായിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ പരത്തിയിട്ട് വരട്ടെ. നമ്മുടെ ഒഴിച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പ് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കുക വേണ്ട കേട്ടോ. അപ്പോൾ അതാ നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ട് നല്ല ചൂടായിട്ട് വേണം കേട്ടോ ഇരിക്കാൻ. അപ്പോൾ ആ സമയത്ത് ചൂടാക്കാൻ നിൽക്കരുത്, മുൻകൂട്ടിയിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പ് വെക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടയൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒഴിച്ചട സെറ്റായിട്ടുണ്ട്. നമുക്കിതാ തുറന്ന് നോക്കി നോക്കാം. കണ്ട അടിപൊളിയായിട്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചിട്ടാവുമ്പോൾ ആകെ പരന്ന് പോകുന്നൊക്കെ നിങ്ങൾ വിചാരിച്ചില്ലേ? പക്ഷെ നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട കറക്റ്റായിട്ടുള്ള നമുക്ക് കിട്ടും കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടയൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചൂടോടക്കനെ തന്നെ നമ്മുടെ എല്ലാ അട നമ്മൾ പൊളിച്ചു നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ അട ഉണ്ടാക്കണ പോലെയല്ല, നമ്മളിത് ഒഴിച്ചടയാകുമ്പോൾ കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.